ജാതി മതവർണ്ണ വിവേചനങ്ങൾക്കെതിരെ ശബ്ദമുയർത്തി പെരുമാട്ടിക്കുലം നാടകം വേലൂർ ഗ്രാമകം നാടകോത്സവത്തിൽ അരങ്ങേറി. വിസ്മൃതിയിലാഴ്ന്ന ചരിത്ര സംഭവങ്ങളിലൊന്നായ പുലയ രാജഭരണത്തെ ഓർമ്മപ്പെടുത്തുന്ന നാടകത്തിന്റെ സംവിധാനം നിർവഹിച്ചത് ഗ്രാമകം പ്രവർത്തകൻ കൂടിയായ സുജിത്ത് ചന്ദ്രശേഖരനാണ്. ഗ്രാമകം നാടകോത്സവത്തിന്റെ സംഘാടകരായ വേലൂർ ഇഫ് ക്രിയേഷനാണ് പെരുമാട്ടിക്കുലം അവതരിപ്പിച്ചത്. ജാതീയ വംശീയ വേർതിരിവുകൾ സജീവ ചർച്ചയാക്കി മാറ്റുവാൻ നാടകത്തിന് കഴിഞ്ഞു. പ്രമേയം കൊണ്ടും അവതരണ മികവുകൊണ്ടും നാടകത്തെ ശ്രദ്ധേയമാക്കുവാൻ സംഘാടകർക്ക് കഴിഞ്ഞിട്ടുണ്ട്. ചരിത്രത്തിൽ വേണ്ടവിധം ഇടം പിടിക്കാതെ പോയ പുലയ ഗോത്രത്തിന്റെ സാംസ്കാരിക മൂല്യത്തെയും അധികാര വ്യവസ്ഥയെയും കോതറാണിയുടെ പോരാട്ട ചരിത്രത്തിലൂടെ രേഖപ്പെടുത്തുകയാണ് നാടകം. ഇരയ്ക്കൊപ്പമെന്ന് അഭിനയിക്കുകയും അതോടൊപ്പം വേട്ടക്കാരോടൊപ്പം നിന്ന് വേട്ടയാടുകയും ചെയ്യുന്നത് നാടകം കാണികളെ ബോധ്യപ്പെടുത്തുന്നുണ്ട്. വേലൂരിലെയും പരിസര പ്രദേശത്തെയും കുട്ടികളും മുതിർന്നവരും ഉൾപ്പെടെയുള്ള സാധാരണക്കാരെയും കലാകാരന്മാരെയും ഉൾപ്പെടുത്തിയാണ് നാടകം ഒരുക്കിയിട്ടുള്ളത്. നാടകത്തിനകത്തുള്ള ആയോധനാഭ്യാസ പ്രകടനങ്ങൾ കാണികളെ വിസ്മയിപ്പിച്ചു. ജാതിമത വർണ്ണ വിവേചനങ്ങൾ ഉയർത്തിപ്പിടിച്ച് അടിച്ചമർത്താൻ ഇന്നിന്റെ കാലത്തും ശ്രമം നടക്കുമ്പോൾ തളരാതെ പോരാടി ഉയർത്തെഴുന്നേൽക്കുവാനാണ് നാടകം ആഹ്വാനം ചെയ്യുന്നത്. ഇങ്ങനൊരു ആശയം വന്നപ്പോൾ എനിക്ക് ആദ്യം ഇവർ വലിയൊരു പോരാട്ട വീരിയായിരുന്നു എന്നുള്ളൊരു സംഭവം അവിടെയൊക്കെ വായിച്ചു കേട്ടിട്ടുണ്ട്. അപ്പം എനിക്ക് കളരി വേണം എന്നുള്ളത് വലിയ നിർബന്ധമായിരുന്നു. അപ്പോൾ അത് നിൽക്കുന്ന ആളാണ് വിനോജ് ഗുരുക്കളാണ് നമ്മുടെ കുട്ടികളെ കളരി